Today's topic is preposition. We have already learned എന്തൊക്കെ in, on, at, behind, among ഇതൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രിപ്പോസിഷൻ പ്ലേലിസ്റ്റ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് തരും, കേൾക്കുക, പഠിക്കാം. നമ്മൾ കുറേ പഠിച്ചിട്ടും കിട്ടാണ്ട് പോകുന്ന പ്രിപ്പോസിഷനാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ് എന്ന് പറയും നമ്മൾ പഠിച്ചത് ഇൻ, ഓൺ, അറ്റ്, പ്രിപ്പോസിഷൻ ഓഫ് ടൈം ഇൻ, ഓൺ, അറ്റ് അതൊക്കെയാണ്. എങ്കിലും പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസിലും ടൈമിലും ഒക്കെ വേറെയും ഉണ്ട്. ഇത് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നു എന്ന് മാത്രം. അപ്പം നമ്മൾ ഇന്ന് ആദ്യം നോക്കുന്നത് എമങ് എന്താണെന്ന്. സംസാരിച്ച് നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രിപ്പോസിഷനാണ് എമങ്. എമങ് നമ്മൾ ഉപയോഗിക്കുന്നത് കുറെ ആൾക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ കുറെ വസ്തുക്കളുടെ ഇടയിൽ ഉള്ള ആ ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ എമങ് ഉപയോഗിക്കുന്നത്. ഷീ ഈസ് എമങ് ഹർ ഫ്രണ്ട്സ്. ഷീ അവൾ, ഈസ് ആണ്, എമങ് ഹർ അവളുടെ ഫ്രണ്ട്സിന്റെ ഇടയിലാണ്. അതായത് അവൾ അവളുടെ കൂട്ടുകാരുടെ കൂടെയാണ്, കുറേ കൂട്ടുകാരുടെ കൂടെ. ഷീ ഈസ് എമങ് ഹർ ഫ്രണ്ട്. അവൾ അവളുടെ കുറെ കൂട്ടുകാരുടെ കൂടെയാണ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കുറെ കൂട്ടുകാരുടെ ഇടയിൽ നിൽക്കുകയാണെന്ന് പറയുന്നത് എന്താ? കൂട്ടുകാരുടെ കൂടെയാണ്. ഷീ ഈസ് among her friend. അവള് കൂട്ടുകാരുടെ കൂടെയാണ്. The chocolates were distributed. ചോക്ലേറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയി among the children. Chocolates were distributed. എന്തുകൊണ്ടാണ് were distributed ഒക്കെ വന്നത്? ശ്രദ്ധിക്കണം, എന്താണ്? പാസീവ് വോയിസ് ആണ്. പാസീവ് വോയിസിന്റെ ലിങ്ക് ഇപ്പൊ ഇവിടെ തരാം, നിങ്ങളത് കേൾക്കുക. The chocolates were distributed among the children. കുട്ടികൾ, എമങ് എന്ന് പറഞ്ഞാൽ കുറെ കുട്ടികളുടെ ഇടയിലാണെന്ന് ഓർക്കുക. കുട്ടികളുടെ ഇടയിൽ ചോക്ലേറ്റ് വിതരണം ചെയ്യപ്പെട്ടു. അതായത് കുട്ടികൾക്ക് വേണ്ടി ചോക്ലേറ്റ് കൊടുത്തത് കുറെ കുട്ടികളുടെ ഇടയിൽ ചോക്ലേറ്റ് വിതരണം ചെയ്യപ്പെട്ടു. അപ്പൊ കുട്ടികളുടെ ഇടയിൽ among the children. The chocolates were distributed among the children. കുട്ടികളുടെ ഇടയിൽ ചോക്ലേറ്റ് വിതരണം ചെയ്തു. There is a strong bond among the team members. There is a strong bond among the team members. എന്തുകൊണ്ടാണ് there is ചേർത്തത്? അറിയണമെങ്കിൽ there are, there is ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ലിങ്ക് എത്തിക്കഴിഞ്ഞു, ക്ലിക്ക് ചെയ്തോളുക, പഠിച്ചോളുക. There is a strong bond among the team leaders, the team members. Team members, team leaders ആണ്, ടീം ലീഡേഴ്സുകൾ തമ്മിൽ ഒത്തിരി പേരുണ്ട്. അവരുടെ ഇടയിൽ ഒരു നല്ല ബോണ്ട് ഉണ്ട്, നല്ല ഒരു ബന്ധമുണ്ട്. കളിക്കാരുടെ ഇടയിൽ നല്ലൊരു ബന്ധമുണ്ട്. കളിക്കാരുടെ ഇടയിൽ. He is among the best players in the world. He is, അവനാണ് among the best players in the world. ലോകത്തിലെ നല്ല കളിക്കാരുടെ ഇടയിൽ അവനാണ് ബെസ്റ്റ്. He is അവരുടെ ഇടയിൽ, among the best players അവരുടെ ഇടയിൽ. There is disagreement among the members of the board. There is disagreement among the members of board. ആ ബോർഡിലെ അംഗങ്ങൾ തമ്മിൽ എന്തോ ഒരു എന്താ പറയുക, അഡ്ജസ്റ്റ്മെന്റിൽ ഒരു വ്യത്യാസമുണ്ട്. ഡിസഗ്രിമെന്റ് എമംഗ്, അവരുടെ ഇടയിൽ എന്തോ ഒരു സമ്മതക്കുറവുണ്ട് അവരുടെ ഇടയിൽ. അപ്പൊ എമംഗ് മനസ്സിലായില്ലേ? എമംഗ് എന്ന് പറയുന്നത് എന്താണ് ഓർത്ത് വെക്കുന്ന? കുറെ ആൾക്കാരുടെ ഇടയിൽ, കുറെ സാധനങ്ങളുടെ ഇടയിൽ. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എമംഗ്. Then what's between? അപ്പൊ എന്താ ബിറ്റ്വീൻ? ഇടയിലല്ലേ ബിറ്റ്വീൻ. അപ്പൊ എമങ്ങും ബിറ്റ്വീനും നമുക്ക് ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റില്ല. ബിറ്റ്വീൻ എന്നുള്ളത് രണ്ട് സാധനങ്ങളുടെ ഇടയിൽ. എമങ് എന്ന് പറയുന്നത് എന്താ? കുറെ ആൾക്കാരുടെ, കുറെ വസ്തുക്കളുടെ ഇടയിൽ. ബിറ്റ്വീൻ എന്നുള്ളത് രണ്ടാൾക്കാരുടെ, രണ്ട് സാധനങ്ങളുടെ ഇടയിലുള്ളതാണ് എന്ത്? ബിറ്റ്വീൻ. ഫോർ എക്സാമ്പിൾ, my house is between two trees. My house is, എൻ്റെ വീടാണ്, between two trees. രണ്ട് ട്രീകളുടെ ഇടയിലാണ് എൻ്റെ വീട്. My house is between
ടു എന്ന് നമ്മൾ എംബസിസ് ചെയ്ത് പറഞ്ഞു. പക്ഷെ എമങ് ആണെങ്കിലോ കുറേ ട്രീകളുടെ ഇടയിൽ നിന്ന് നമ്മൾ പറയണം. മൈ ഹൗസ് ഈസ് ബിറ്റ്വീൻ ടു ട്രീസ്. രണ്ട് മരങ്ങളുടെ ഇടയിലാണ് എൻ്റെ വീടുള്ളത്. ടു, ബിറ്റ്വീൻ. There is a strong connection between them. അവർ തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ട്, അവരുടെ ഇടയിൽ. ബിറ്റ്വീൻ ദം, രണ്ടാൾക്കാരുടെ ഇടയിൽ രണ്ട് കണക്ഷൻ, നല്ല കണക്ഷൻ ഉണ്ട്. ബിറ്റ്വീൻ ദം. അപ്പൊ അവിടെ നമ്മൾ ഉപയോഗിച്ചത് എന്താണ്? ബിറ്റ്വീൻ. അപ്പൊ നമ്മൾ ഓർത്തിരിക്കേണ്ടത് എന്താണ്? അവിടെ രണ്ടു പേർ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കുറെ പേരില്ല, ഓർത്തു വെക്കുക. You have to choose between coffee and tea. You have to choose between coffee and tea. കോഫിയിൽ നിന്നോ ടീയിൽ നിന്നോ എന്തെങ്കിലും നീ ഒന്ന് സെലക്ട് ചെയ്യണം, ചൂസ് ചെയ്യണം. ബിറ്റ്വീൻ കോഫി ആൻഡ് ടീ. രണ്ട് സാധനങ്ങളേ ഉള്ളൂ, അതിൽ കൂടുതലില്ല. ബിറ്റ്വീൻ. ഇനി ഹാവ് ടു എന്തിനാ ഉപയോഗിക്കുന്നത്? എത്തിക്കഴിഞ്ഞു ലിങ്ക് ക്ലിക്ക് ചെയ്യുക, പഠിക്കുക. ഹാവ് ടു. അപ്പോ എമങ് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ വസ്തുക്കളുടെയോ ആൾക്കാരുടെയോ ഇടയിലുള്ളതാണ് എമങ് എന്ന് പറയുന്നത്, പ്ലേസ്. ബിറ്റ്വീൻ എന്ന് പറയുന്നത് രണ്ടാൾക്കാരുടെ അല്ലെങ്കിൽ രണ്ട് വസ്തുക്കളുടെ ഇടയിലുള്ളതാണ് ബിറ്റ്വീൻ. അപ്പൊ എന്താണ് ബിഹൈൻഡ്? ബിഹൈൻഡ് എന്താണ്? പിന്നിൽ എന്നൊരർത്ഥമാണ് ബിഹൈൻഡിനുള്ളത്. ബിഹൈൻഡ് എന്താണ്? പിന്നിൽ. ഓർത്തു വെക്കുക. The car is behind the house. The car is behind the house. Car behind the house. ഹൗസിന്റെ പുറകിലാണ്, പിന്നിലാണ്, പുറവശത്താണ് കാർ ഇട്ടിരിക്കുന്നത്. കാർ ഈസ് ബിഹൈൻഡ് ദ ഹൗസ്. അപ്പൊ ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ പിന്നിൽ എന്നാണ് അർത്ഥം. There is a reason behind his decision. അവൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. There is a reason behind his decision. അവന്റെ ഡിസിഷന്റെ, തീരുമാനത്തിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. There is a reason behind his decision. ഡിസിഷന്റെ പിന്നിൽ കാരണമുണ്ട്. Behind his decision. He left his past behind. അവൻ എൻ്റെ പാസ്റ്റ് കളഞ്ഞു, അതായത് പിന്നിലോട്ടാക്കി. He left his past behind. I have my family behind me. Behind me, എൻ്റെ പിന്നിൽ എൻ്റെ കുടുംബമുണ്ട്. I have my family behind me. അപ്പൊ എന്താണ് എമങ് എന്ന് പറയുന്നത്? ഒന്നോ അതിൽ കൂടുതൽ എന്നുള്ള കുറെ ആൾക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ വസ്തുക്കളുടെ ഇടയിൽ അമങ്. രണ്ട് ആൾക്കാരുടെ അല്ലെങ്കിൽ വസ്തുക്കളുടെ ഇടയിൽ ബിറ്റ്വീൻ. ബിഹൈൻഡ് എന്ന് പറയുന്നത് പിന്നിൽ. ദെൻ അണ്ടർ. അണ്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അടിയിൽ എന്നൊരർത്ഥത്തിനാണ് നമ്മൾ അണ്ടർ ഉപയോഗിക്കുന്നത്. ദ ക്യാറ്റ് ഈസ് അണ്ടർ ദ ടേബിൾ. ക്യാറ്റ് ടേബിളിന്റെ അടിയിലാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അണ്ടർ എന്ന് പറയുന്നതിന് വേറെയും ഉപയോഗമുണ്ട്. ദ പ്രൊജക്ട് ഈസ് അണ്ടർ ഹിസ് സൂപ്പർവിഷൻ. അവിടെ എന്താണ് അണ്ടർ? അടിയിൽ നിന്നുള്ള അർത്ഥമാണോ? ആണോ എന്ന് ചോദിച്ചാൽ അതെന്താണ്? ദ പ്രൊജക്ട് ഈസ് അണ്ടർ ഹിസ് സൂപ്പർവിഷൻ. അവന്റെ നേതൃത്വത്തിലാണ്, അവന്റെ നേതൃത്വത്തിന്റെ അടിയിലാണ് എന്ന് പറയാൻ നമ്മൾ പറയോ? അവന്റെ നേതൃത്വത്തിലാണ്, അവന്റെ നിയന്ത്രണത്തിലാണ് പ്രൊജക്റ്റ് ഉള്ളത്. ദ പ്രൊജക്ട് ഈസ് അണ്ടർ ഹിസ് സൂപ്പർവിഷൻ. അണ്ടർ ഹിസ് സൂപ്പർവിഷൻ. അപ്പൊ അവന്റെ നിയന്ത്രണത്തിലാണ് പ്രൊജക്റ്റ് ഉള്ളത്. They are under pressure to finish. They are under pressure to finish the work. വർക്ക് ഫിനിഷ് ചെയ്യുന്നതിന്റെ പേരിൽ പ്രഷറിലാണ്, അതിന്റെ പിടിയിലാണ്. അപ്പൊ എന്താണ്? നമ്മൾ എന്തിൽ? സമ്മർദ്ദത്തിലാണ്, അല്ലെ? അണ്ടർ പ്രഷർ, പ്രഷറിലാണ്, സമ്മർദ്ദത്തിലാണ്. അവിടെ നമ്മൾ അടിയിൽ എന്നൊരർത്ഥമാണോ നമ്മൾ ഉപയോഗിച്ചത്? അല്ല. ഹി വോർ സ്വെറ്റർ അണ്ടർ ഹിസ് ജാക്കറ്റ്. ജാക്കറ്റിന്റെ അടിയിൽ എന്തുണ്ട്? സ്വെറ്റർ ഉണ്ട്. അപ്പൊ അവിടെ നമ്മൾ ഉപയോഗിച്ചത് എന്താണ്?
അണ്ടറാണ്. അപ്പോൾ അണ്ടറിന്റെ അർത്ഥം എന്താണ്? നമ്മളെല്ലാം മനസ്സിലാക്കി വെച്ചേക്കുന്നത് പോലെ അടിയിൽ അല്ലെങ്കിൽ താഴെ എന്നുണ്ട്. പിന്നെ നിയന്ത്രണത്തിലാണോ എന്ന് പറയാൻ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സമ്മർദ്ദത്തിലാണ് എന്ന് പറയാനൊക്കെ നമ്മൾ അണ്ടറാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇൻ, ഓൺ, അറ്റ്. മൈ പെൻ ഈസ് ഇൻ ദ ബാഗ്. എൻ്റെ പേന ബാഗിന്റെ ഉള്ളിലാണ്. മൈ പെൻ ഈസ് ഓൺ ദ ബാഗ്. ബാഗിന്റെ മുകളിലാണ്. വി മെറ്റ് അറ്റ് ദ പാർക്ക്. പാർക്കിൽ വെച്ചാണ് ഞങ്ങൾ കണ്ടത്. അപ്പൊ ഇൻ, ഓൺ, അറ്റ് ലിങ്ക് എത്തിക്കഴിഞ്ഞു. കേട്ടോളുക, പഠിക്കുക കേട്ടോ. അപ്പൊ ഇനി ഇന്നോൺ അറ്റ് നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം അറിയാം. പക്ഷെ ബിഹൈൻഡ്, പിന്നിൽ, എമങ് ഒന്നിൽ കൂടുതൽ അതിന്റെ ഇടയിൽ വരുന്നതാണ് എമങ്. ബിറ്റ്വീൻ, ടു. അണ്ടർ താഴെ എന്ന് മാത്രമല്ല, നമുക്ക് സമ്മർദ്ദത്തിലാണ് എന്ന് പറയാം, അവന്റെ കീഴിലാണ് എന്ന് പറയാനൊക്കെ നമ്മൾ എന്താണ് അണ്ടർ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ കുറേ ലിങ്കുകൾ ഇപ്പൊ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ അത് കേൾക്കുക, പഠിക്കുക കേട്ടോ. അപ്പൊ ഒരു കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. എനിക്ക് കുറെ പേര് എനിക്ക് വോയിസ് ചെയ്തിട്ടുണ്ട്, ക്ലാസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കിട്ടാതിരിക്കുന്നതിന്റെ കാര്യം, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവാം, പക്ഷെ എന്താണ് ആ ഓൾ എന്ന ബെൽ ബട്ടൺ നിങ്ങൾ അമർത്തിയിട്ടുണ്ടാവില്ല. അത് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കുക, ആ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ അവിടെ ഒരു ബെല്ലുണ്ട്, അവിടെ നമ്മൾക്ക് ഓൾ പേഴ്സണലൈസ് എന്നൊക്കെയുണ്ട്. ആ ഓൾ എന്നുള്ളത് മാത്രം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടെന്നുള്ള നിങ്ങളുടെ ചാനലിലോട്ട് എത്തുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങളത് മറന്നു പോവാതെ ചെയ്ത് വെക്കുക. പിന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ ഇട്ടിരിക്കുന്ന ഈ ചെറിയ ചെറിയ വാക്കുകൾ നിങ്ങൾ കൃത്യമായിട്ടും പഠിക്കണം. എന്ത് സംശയമുണ്ടെങ്കിലും നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ ചോദിക്കാൻ വേണ്ടി മടിക്കണ്ട. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു തരുന്നത് മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ളതും നമ്മുടെ കമന്റ് ബോക്സിൽ ഇപ്പൊ തന്നെ ചെയ്തേക്കുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.